ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തുന്നു. എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ല എന്ന് കോടതി ചോദിക്കുകയാണ്. കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണെന്ന് സർക്കാർ പറയുന്നു. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ കമ്മീഷന് കൈമാറാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഹൈക്കോടതി നടത്തുന്ന ഏറ്റവും രൂക്ഷമായ വിമർശനമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. സർക്കാർ എന്തുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ല, നിഷ്ക്രിയത്വം പാലിക്കുന്ന സർക്കാർ എന്നൊക്കെ ഹൈക്കോടതി വിമർശിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഹർജികളാണ് പ്രത്യേക സിറ്റിംഗിലൂടെ പ്രത്യേക ബെഞ്ച് പരിഗണിച്ചത്. ഇത് പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി സർക്കാരിന് നേരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കാതിരുന്നത്? റിപ്പോർട്ട് ഏകദേശം 2021 തന്നെ DGPക്ക് കൈമാറിയ സാഹചര്യം ഉണ്ടായിരുന്നു. DGP ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല. ഈ പരാതിയുമായിട്ട് ആരെങ്കിലും നേരിട്ട് വന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കേസ് എടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കൂ എന്നാണോ സർക്കാർ കരുതുന്നത് എന്നുള്ളൊരു ചോദ്യവും AGക്ക് ഹൈക്കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നു. ഈ സംസ്ഥാന വനിതാ കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ കക്ഷിയേർന്നുകൊണ്ട് ചില നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര പരാതി പരിഹാര സമിതി നടപ്പാക്കാത്ത സിനിമാ യൂണിറ്റുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയത്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് കൊടുത്ത സമയം മുതൽ അതിനുശേഷം എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞത്. ഹൈക്കോടതി മുൻപാകെ സർക്കാരിന് വേണ്ടിയിട്ട് ഹാജരായ AG വ്യക്തമാക്കിയിട്ടുള്ളത്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിലവിൽ നിയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 23ഓളം കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസുകളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കീഴിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരാതി നേരിട്ട് നൽകിയവരുടെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുന്നതെന്നുമാണ് AG വ്യക്തമാക്കിയത്. പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഏകദേശം 4-5 വർഷത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ടിന്മേൽ നടപടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പരാതി നേരിട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. പകരം അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് കിട്ടിയ സമയത്ത് തന്നെ DGPക്ക് കൈമാറിക്കൊണ്ട് നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമായിരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ ചെറുവിരലെങ്കിലും അനക്കാതിരുന്നത് എന്നുള്ള ചോദ്യവും AGയോട് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടക്കാല ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം അത് എത്രയും പെട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം നടപടികൾ സ്വീകരിക്കണം. കുറ്റകൃത്യം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്കാണ് കടക്കേണ്ടത്. അത് പരിശോധിക്കേണ്ടത് SIT ആണ്, അതായത് പ്രത്യേക അന്വേഷണ സംഘമാണ്. എന്തായാലും നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ എന്ത് നടപടിയാണ് ഈ റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ചതെന്ന് സർക്കാർ ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കുകയും വേണം. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ യാതൊരു കാരണവശാലും മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ പാടില്ല, മാധ്യമങ്ങൾ വിചാരണ നടത്തുവാനും പാടില്ല. മറ്റൊന്ന്, രഹസ്യാത്മകത ഈ റിപ്പോർട്ടിന്മേലുള്ള കാര്യങ്ങളിൽ സൂക്ഷിക്കുകയും വേണം. ഈ റിപ്പോർട്ടിൽ പരാമർശം നടത്തിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ പരാതി നൽകിയ ആളുകൾ, പ്രതിക്കൂട്ടിലായ ആളുകൾ, ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ യാതൊരു കാരണവശാലും പുറത്തേക്ക് പോകുവാൻ പാടുള്ളതല്ല. അത്തരത്തിലുള്ള ഒരു രഹസ്യാത്മകത സൂക്ഷിച്ചു വേണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ സ്വീകരിക്കാനെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏകദേശം 4 വർഷത്തോളം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാരിന്റെ നടപടിയെ നിശ്ചിത ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി വിമർശിച്ചത്. സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി അത് സ്വീകരിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി എടുത്തു പറഞ്ഞത്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കവേ AGയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഈ പരാതി നേരിട്ട് നൽകിയവരുടെ കാര്യത്തിൽ മാത്രമാണ് നിലവിൽ കേസ് എടുത്തത് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ജസ്റ്റിസ് CS സുധ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ നടപടി സർക്കാർ സ്വീകരിക്കാതിരുന്നത്, അത് നീതീകരിക്കാനാകുമോ എന്നുള്ള ചോദ്യവും ഒരു വേള ഹൈക്കോടതി സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്
കൈമാറിക്കൊണ്ട് അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ ഹൈക്കോടതിയെ അറിയിക്കണം. അതിനുശേഷമായിരിക്കും നിലവിൽ സീൽഡ് കവറിൽ, അതായത് മുദ്രവെച്ച കവറിൽ സർക്കാർ കൈമാറിയിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം ഹൈക്കോടതി പരിശോധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ നടപടി റിപ്പോർട്ടും ഹൈക്കോടതി പരിശോധിക്കും. ഈ നടപടി സംബന്ധിച്ച് എടുത്തിട്ടുള്ള കാര്യങ്ങളിലും ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളും അതിൽ പങ്ക് ആയിട്ടുള്ള പരാതിക്കാർ ഒപ്പം പ്രതികൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഹൈക്കോടതി പിന്നീടായിരിക്കും പരിശോധന നടത്തുക. എന്തായാലും രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും രേഷ്മ ബാബു പറഞ്ഞതുപോലെ തന്നെ 4-4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. അത് ഇന്നേ വരെ പുറത്തുവിടാനോ അല്ലെങ്കിൽ അതിന്മേൽ നടപടി സ്വീകരിക്കാനോ സർക്കാർ തയ്യാറായില്ല. വിവരാവകാശ നിയമപ്രകാരം പലരും ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അത് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും അങ്ങനെ ഈ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന പേജുകൾ ഒഴിവാക്കി മറ്റ് ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കണം അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടവർക്ക് നൽകണം എന്നുള്ള കാര്യവും കോടതി പറഞ്ഞ ശേഷമാണ് സർക്കാർ അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചത്. അപ്പോൾ തീർച്ചയായും ഈ 4-4.5 വർഷം സർക്കാർ ഇത് പൂഴ്ത്തിവെച്ചു എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. അക്കാര്യം തന്നെയല്ലേ ഹൈക്കോടതി ഇന്ന് വിമർശനത്തിൽ ഉയർത്തിയതും രേഷ്മ? വിനോദ്, ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചതിന് ശേഷം സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചു എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നു. പക്ഷേ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിൽ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല. 2021 മാത്രമാണ് DGPക്ക് റിപ്പോർട്ട് കൈമാറുന്നത്. അതിന്മേലും തുടർ നടപടി ഉണ്ടായില്ല. പിന്നീട് ഇത് പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി ഈ സർക്കാരിന് റിപ്പോർട്ട് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിച്ചില്ല, പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ അതിന്മേൽ നമ്മുടെ ഈ വാർത്തയ്ക്കൊപ്പം തിരക്കഥാകൃത്ത് ശ്രീ വിനു കിരിയത്ത് ചേരുകയാണ്. സ്വാഗതം ശ്രീ വിനു കിരിയത്ത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനം സർക്കാർ നേരിടുകയാണ്. ഈ നിഷ്ക്രിയത്വം പാലിക്കുന്ന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര ഗുരുതരമായ പരാമർശങ്ങളും ഗുരുതരമായ അല്ലെങ്കിൽ അവിടുത്തെ നടിമാരുടെ അനുഭവങ്ങൾ എന്തെല്ലാം എന്നടങ്ങിയ ഒരു റിപ്പോർട്ട് ബന്ധപ്പെട്ട സർക്കാരിന് ലഭിച്ചിട്ട് 4-4.5 വർഷം അത് പൂഴ്ത്തിവെക്കുന്നു. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിക്കുന്നത്. സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്ന് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. ഹൈക്കോടതിയുടെ ഈ വിമർശനത്തെ എങ്ങനെ കാണുന്നു ശ്രീ വിനു കിരിയത്ത്? തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ചോദ്യത്തെ അശംസനീയമാണ്. കാരണം എന്തെന്നറിയാമോ, 1,70,00,000 രൂപ എന്തോ ചെലവാക്കിയിട്ട് ഒരു കമ്മിറ്റിയും രൂപീകരിച്ചത് ആരെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്? WCCയെ താൽക്കാലികമായി ഒന്ന് സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നോ? അപ്പൊ അത് പാടില്ല. ജനങ്ങൾക്ക് നോക്കൂ, ഒരു വലിയ ഇൻഡസ്ട്രിയാണിത്. അതിനകത്ത് ആരെങ്കിലും സംരക്ഷിക്കാനാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? പുറത്തു വിടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഇത്രയും പൈസ മുടക്കി ശാരദാമയെ പോലെ ഉള്ള ഒരു ആളെയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അവർ ചലച്ചിത്ര മേഖലയിലുള്ളൊരു പ്രശസ്തയാണ്. അപ്പൊ അവർക്ക് പറയാനോ WCC എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ട്. ഇൻഡസ്ട്രിയിലെ എല്ലാരെയും ഇപ്പൊ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റ കാരണം കൊണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ചുപേര് കാരണം എല്ലാവരും അറിയേണ്ട ആവശ്യമില്ല. ഇൻഡസ്ട്രിയിലുള്ള എല്ലാരെയും അങ്ങനെ അധിക്ഷേപിക്കുന്നതായിട്ട് നമ്മളിപ്പോ ചർച്ചകളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ മോശമാണ്. പിന്നെ എല്ലാ പുരുഷന്മാരും മോശമാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ സ്ത്രീകളും പെർഫെക്റ്റ് ആണെന്നും പറയാൻ പറ്റില്ല. അറിയാമല്ലോ, സിനിമയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സത്യം പുറത്തു വരട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇത്? ഈ പ്രഹസനം എന്തിനായിരുന്നു? 4.5 വർഷം എന്തിനു പൂഴ്ത്തി വെച്ചു എന്നുള്ള കോടതിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ എന്തായാലും പുറത്തു വരട്ടെ. തീർച്ചയായും വിനു കിരിയത്ത് പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യം പുറത്തു വിടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിലുള്ള എല്ലാവരും ഈ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നു. എല്ലാവരും സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നടന്മാരെല്ലാം മോശമാണ്, നടിമാർക്കെല്ലാം ഇത്തരത്തിലുള്ള അനുഭവം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമയിൽ ഒരു നല്ല റോൾ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ വഴങ്ങിയേ തീരൂ എന്നുള്ളൊരു ചിത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ സമൂഹത്തിനിടയിൽ പടരുകയാണ്. പക്ഷേ അങ്ങനെയല്ല. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില ആളുകളെ മാത്രമാണ് അതിൽ കൃത്യമായി അത് സൂചിപ്പിക്കുന്നത്. ആരാണ് കുറ്റക്കാർ എന്ന് കൃത്യമായി അവർ പരാതിപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും പുറത്തുവിടാതെ ചവിട്ടിപ്പിടിക്കുമ്പോൾ, ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ, നേരത്തെ വിനു കിരിയത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഒരു കളങ്കം തലയിൽ പേറേണ്ട ഒരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത് ശ്രീ വിനു കിരിയത്ത്?
അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആരെ സംരക്ഷിക്കാനാണ്? ഇത് നമുക്ക് പകൽ പോലെ സത്യമാണ് ആ കുട്ടികൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ഒരു ഗുണമുണ്ടായി WCC കാരണം, അല്ലെങ്കിൽ സർക്കാർ കാരണം, ഹേമ കമ്മിറ്റി വന്നുകൊണ്ട് ഇപ്പം ഇന്ത്യ ഒട്ടുകൊള്ള എല്ലാ സിനിമാ മേഖലയിലും ഈ ഒരു സംഘടനയുടെ പവർ മനസ്സിലാക്കി അവരും ഒക്കെ അതിന്റെ പിന്നെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയും നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാല്, ഈ ഹേമ കമ്മിറ്റി എന്നൊരെണ്ണത്തിന്റെ പ്രസക്തി എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ. ഒരു കവറിലാക്കി പൂട്ടി ഞങ്ങളങ്ങ് വെച്ചേക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനായിരുന്നു? അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുപേരെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും മോശമാവുന്നതെന്ന് ഒപ്പം ഞാൻ പറയാം. സ്ത്രീകളിൽ പലരും പലതും പറഞ്ഞിട്ടില്ല. പുരുഷന്മാരും നമുക്ക് പീഡനം സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ. ഈ പീഡനം എന്ന് പറയുമ്പോൾ ശാരീരികം മാത്രമല്ല, മെന്റൽ ടോർച്ചറിങ് ഒരുപാട് അനുഭവിക്കുന്ന ആണുങ്ങളും ഉണ്ട് കേട്ടോ ഇൻഡസ്ട്രിയില്. അതൊക്കെ അതിനകത്ത് അത് WCC ആയിട്ട് അത് അതിനകത്ത് വന്നിട്ടുണ്ടാവില്ല. ഒരുപാട് ടോർച്ചറിങ് ആണുങ്ങൾക്കും പല രീതിയിൽ ചെറിയ ചെറിയ ലൈറ്റ് ബോയ്സിനും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും ഒക്കെ വലിയ വലിയ ആൾക്കാരിൽ നിന്ന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പലരുടെ പേരിൽ ഇതൊരു അവസരമായിട്ട് ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട്. അതൊന്നും ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. തെളിവില്ലാത്ത പക്ഷം ആരാണോ കംപ്ലൈന്റ് കൊടുത്തത് അവർക്കെതിരെ ശക്തമായിട്ട് തിരിച്ചും നടപടിയെടുക്കണം. അതല്ലേ വേണ്ടത്. അറിയില്ല എന്താണെന്ന്. തീർച്ചയായും മിനു കിരിയത്ത, വ്യക്തമാണ് കാര്യങ്ങൾ. കാരണം അങ്ങ് പറയുന്നതും അത് തന്നെയാണ്. ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഇതിൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ പുലർത്തുന്നത് ശക്തമായ അല്ലെങ്കിൽ കൃത്യമായ നിഷ്ക്രിയത്വമാണ്. അത് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നതും. എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല? സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ നിഷ്ക്രിയത്വം ഉണ്ടായിരിക്കുന്നു. 4-4.5 വർഷം ഈ റിപ്പോർട്ട് ചവിട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടുകയാണ്. സമ്പൂർണ്ണമായ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രേഷ്മ ബാബു കേൾക്കാമെങ്കിൽ. രേഷ്മ, ഇനിയും സർക്കാർ ഇക്കാര്യത്തിൽ നൽകാൻ പോകുന്ന മറുപടി എന്ന് പറയുന്നത് സ്വാഭാവികമായും സർക്കാർ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സർക്കാർ സ്വാഭാവികമായും പറയാൻ പോകുന്നത് ഇത്തരത്തിൽ അന്വേഷണ കമ്മീഷനെയൊക്കെ രൂപീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണമായ പകർപ്പ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹൈക്കോടതി കൂടി അത് വായിച്ചു നോക്കുമ്പോൾ ഇതിലും കൂടിയ വിമർശനമായിരിക്കില്ലേ സർക്കാരിന് നേരെ ഉണ്ടാകാൻ പോകുന്നത്? രേഷ്മ ബാബു. നിലവിൽ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുള്ളത് ഈ SITക്ക് കൈമാറിയതിനു ശേഷം അവർ സ്വീകരിച്ച നടപടികൾ കൂടി അറിഞ്ഞതിന് പിന്നീടായിരിക്കും ഈ നിലവിൽ ഈ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം ഹൈക്കോടതി പരിശോധിക്കുക. അക്കാര്യം തന്നെയാണ് പ്രത്യേക ബെഞ്ച് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശബ്ദരേഖകൾ റിപ്പോർട്ടിന്റെ ഭാഗമാണെങ്കിൽ അതും ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ അവ എന്തൊക്കെയാണെന്ന് അടുത്ത തവണ ഈ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ അറിയിക്കുകയും വേണം. സർക്കാർ വിശദമായിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ അസംഘടിത മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ നടപടികൾ സ്വീകരിക്കുമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന അനിവാര്യമാണെന്നുള്ള വിലയിരുത്തലും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും SITക്ക് കൈമാറിക്കൊണ്ട് അതിൽ വെളിപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളിന്മേൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഇത് ഇത്രയും നാളും പൂഴ്ത്തിവെക്കുകയോ ഒപ്പം തന്നെ ഈ കുറ്റക്കാരായ ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തു വരാതെ അല്ലെങ്കിൽ ആ ഒരു പേരുവിവരങ്ങൾ പുറത്തു വരും, അത് സ്വകാര്യതയെ ബാധിക്കുമെന്ന ഒരു വാദം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല. ഈ റിപ്പോർട്ട് 2019 സമർപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെ സർക്കാരിന്റെ ബാധ്യത എന്നുള്ള രീതിയിൽ നടപടി സ്വീകരിക്കണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ ഈ SIT രൂപീകരിച്ചത് തന്നെ 4 വർഷത്തോളം പിന്നിട്ടതിന് ശേഷമാണ്. അതിലും ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും സർക്കാർ നിലവിൽ AG മുഖാന്തരം ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരിട്ട് പരാതി നൽകിയവരുടെ അടിസ്ഥാനത്തിൽ അവരുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പരാതി തരികയോ തരാതിരിക്കുകയാകട്ടെ, പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്, പോക്സോ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. എന്നിട്ട് നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാതിരുന്നത്? 4
വർഷത്തിന് ഇപ്പുറം ഒരു SIT രൂപീകരിച്ചുകൊണ്ടുള്ള നടപടിയാണെന്ന് മാത്രം പറയുന്നുണ്ട്. അതിലും ഹൈക്കോടതി വലിയ രീതിയിൽ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഹൈക്കോടതി എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം, പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് കൈമാറിക്കൊണ്ട നടപടി അത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശം സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പൂർണ്ണമായിട്ടും, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തുകൊണ്ടുള്ള നടപടികൾ, അതിൽ ഒരു രീതിയിലേക്ക് സർക്കാർ ഇതുവരെ കടന്നിരുന്നില്ല. നേരിട്ട് പരാതികൾ നൽകിയവരുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിച്ചത്. പക്ഷേ ഇനി ഈ SITക്ക് മുൻപിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പരാതി പറഞ്ഞിട്ടുള്ള ആളുകൾ, അതിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ തന്നെ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം അത് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന അടക്കമുള്ള മറുപടി ഹൈക്കോടതി മുൻപാകെ സർക്കാരിന് നൽകേണ്ടി വരും. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള നടപടി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം സർക്കാരും ഒക്കെ തന്നെ ഹൈക്കോടതി മുൻപാകെ നൽകണം. അതിനുശേഷമായിരിക്കും ഈ നിലവിൽ മുദ്രവെച്ച കവറിൽ എഡിറ്റഡ് അല്ലാത്ത, അതായത് ഈ ഒരു വാക്കുകളോ അല്ലെങ്കിൽ ഒരു ഖണ്ഡികകളോ ഒന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ലാത്ത സമ്പൂർണ്ണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഹൈക്കോടതി പരിശോധിക്കുക. ഒപ്പം തന്നെ അതിൽ ഈ സർക്കാർ നൽകുന്ന സത്യവാങ്മൂലവും അതോടൊപ്പം പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ള നടപടികളും അതൊക്കെ തന്നെ ഹൈക്കോടതി വിലയിരുത്തും. ഏറ്റവും പ്രധാനം, ഈ പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്ന നടപടികളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുറ്റകൃത്യങ്ങൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം പരിശോധിക്കുന്ന സമയത്ത് ഹൈക്കോടതിക്ക് ഈ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി മനസ്സിലാവുകയാണെങ്കിൽ അതും സർക്കാരിന് വലിയ വെല്ലുവിളിയായിട്ട് മാറും. എന്തായാലും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ കോടതി അറിയിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. സർക്കാർ ഇത്രയും നാൾ പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിന്മേൽ അടിയന്തര നടപടി സ്വീകരിക്കാനായിട്ടാണ് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിനോദ്.